ഇവിടെ ഒരു വെറൈറ്റി ക്രിബ്, അതിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു വീടിൻ്റെ റൂം മുഴുവൻ തന്നെ ക്രിബാക്കി മാറ്റിയ വിശേഷം. അതേപോലെ കയറി വരുന്ന മുറി മുതൽ വളരെ ക്രിസ്മസിൻ്റെ ആ വൈബ് ഫുള്ളായിട്ട് നമുക്ക് അനുഭവിക്കാം. നമുക്ക് അതിലേക്ക് കിടക്കാം. ആരാണിത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ആരാണിത് ചെയ്തതെന്നും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ബിജു എന്നാണ്, ബിജു ജോസ്. ഇത് മോള് അൽന ക്രിസ്റ്റി ബിജു. പിന്നെ വൈഫുണ്ട്, വൈഫ് ഷെറി ബിജു. അവള് ഇസ്രായേലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല. സെൻറ്റ് മേരീസ് ചർച്ചിലെ ആദ്യത്തെ തൊട്ടുള്ള ഇടവക അംഗമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതൽ മിഷൻ ലീഗിലും KCIM ഉള്ളപ്പം തൊട്ട് ഇങ്ങനെ പലരും കൂടെ ചേട്ടന്മാരുടെ കൂടെയൊക്കെ ചെയ്ത് നമുക്കതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിപ്പോയി. അത് ശരിക്കും ഒരു ഹരമായതുകൊണ്ട് അങ്ങനെ എവറി ഇയർ ഞാൻ ചെയ്യാറുണ്ട്. മിസ്സാകുന്ന വർഷങ്ങൾ തീരെ കുറവാണ്. പിന്നെ അത് മനസ്സിലൊരു നമ്മൾ ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചോദിക്കുക എന്താ ബിജു ഇപ്രാവശ്യം ചെയ്തില്ലേ എന്നുള്ള ആ ഒരു ഇതും നമുക്ക് എല്ലാവരും മോട്ടിവേഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന. ഇപ്പം പഠിക്കാതെ തന്നെ അത്യാവശ്യം വരയ്ക്കാൻ എനിക്ക് ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഇതിനോട് ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മളത് ചെയ്യുമ്പം ക്രിയേറ്റിവിറ്റി തന്നെ മനസ്സിലോട്ട് വരും. അത് പിന്നെ നമുക്ക് ചെയ്തങ്ങ് മതിയാകുന്നില്ല. പിന്നെ അത് ചെയ്ത് വേറെ ഓരോരോ മോഡുലേഷൻ വരുത്തി ഇങ്ങനെ കുറച്ചുകൂടെ നന്നാകുക. പിന്നെ അത് കാണുമ്പോൾ ഓർക്കും അതിൽ നന്നായിട്ട് ചെയ്യാമെന്ന് ഓർക്കും. അങ്ങനെ ചെയ്തതാണ് ഇതാകുന്നത്. ഇത് ഇവിടുന്നൊരു വീട് ചെയ്തിരിക്കുകയാണ്. വീടിൽ നിന്ന് പിന്നെ വീടിൻ്റെ സൈഡിലൂടെ ഒരു അരുവി ഒഴുകി വരുന്നതായിട്ട് ചെയ്തിട്ടുണ്ട്. തന്നെ ഒരു സ്മോക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്മോക്ക് വെള്ളത്തിൽ നിന്ന് പുക വരുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് തൊഴുത്തായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് പശുവും മൃഗങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അതിന് തിന്നാനുള്ള പുല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിറക് വരെയായിട്ട് വിറക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ തണുപ്പ് മാസം ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഫയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലൊരു ട്രീ നിൽക്കുന്നത്, ആ ട്രീ ഒരു നോർമലായിട്ട് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ പുല്ലിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് അതിൽ മുളപ്പിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ഇത് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ലൈവ് കിളികളെ വിട്ടിട്ടുണ്ട്. അത് നമ്മൾ വളർത്തുന്ന കിളികൾ തന്നെയാണ്. അത് ഇപ്പോൾ ക്രിബിനകത്ത് ഇരിക്കുന്നുണ്ട്. നാച്ചുറലായിട്ടുള്ള പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. കിളികൾ പറന്ന് നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ഇതിലെ ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്രാവശ്യം കൂടിനെ സാധാരണ തൊഴുത്തായിട്ടൊക്കെയാണ് പണിയാറുള്ളത്. ഇപ്രാവശ്യം കൂട് ഒരു തൊട്ടിലായിട്ടും കറങ്ങുന്ന ഒരു സെറ്റപ്പൊക്കെ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഒരു മോട്ടർ പിടിപ്പിച്ചിട്ടുണ്ട് മുകളിൽ. ആ മോട്ടറിലാണ് ഇത് കറങ്ങുന്നത്. ആ മോട്ടറിൻ്റെ പവർ കൊണ്ട് കറങ്ങുകയും ചെയ്യും. പിന്നെ നമ്മൾ ഊഞ്ഞാൽ പോലെ ആടുകയും ചെയ്യും. നമ്മൾ സർപ്രൈസ് പറഞ്ഞത് ഇതാണ്. മോട്ടറിൽ ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആടിയതും കറങ്ങുന്നതൊക്കെ. അതിൻ്റെ പവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതുണ്ടോ, നമ്മൾ ഫൈബറിൻ്റെ ഷീറ്റ് ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഷേപ്പാക്കി എടുത്തതാണ്. അതാണ് ഇതിൻ്റെ ഔട്ടർ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ് വന്നിരിക്കുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങുമ്പോഴത്തേനും വയറ് ടിസ്റ്റായിട്ട് പൊട്ടി പോകും. അതുകൊണ്ട് നമ്മൾ ബുള്ളറ്റിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഫൈബറിൻ്റെ ഷീറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് അതിൽ നിന്നാണ് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതാണ് കറങ്ങുമ്പം അതുകൊണ്ട് കുഴപ്പമില്ല. രൂപങ്ങൾ ഇത് വന്നിട്ട് ഇറ്റാലിയൻ രൂപങ്ങളാണ്. ഇത് നമ്മൾക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു കടയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് വരുത്തിയതാണ് ഇത്രയും വലിയ രൂപങ്ങൾ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രൂപങ്ങളാകുമ്പോൾ ഇത്ര ഒരു വലിയ സെറ്റപ്പ് ചെയ്യുമ്പോൾ ചെറിയ രൂപങ്ങൾ കാണാൻ അധികം ഭംഗിയുണ്ടാകില്ല. അതിനായിട്ട് വലിയ രൂപങ്ങൾ വരുത്തിയിരിക്കുന്നതാണ്. We wish you a Merry Christmas and a Happy New Year. Happy Christmas. Bye. See you next year.